നേറുമല്ലോ ക്ഷത്രിയ വംശം 21 പരിവൃത്തി യുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക. പൃഥ്വി മണ്ഡലമൊക്കെ പിന്നെ ശാന്തിയെ പ്രാപിച്ചു ഉത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നുടെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാം തമ്മിലെന്നാൽ എന്നുടെ തേജസന്യൂനം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത പ്രളയാന്തം എന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനെ എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തതു ഞാനും നാഥ നിന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു പങ്ക്തി ശന്തനസുതനല്ലോ നീ ജഗൽപദേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു കർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ നാരായണാന്തനല്ലോ ഭവാൻ ജഗസാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൻ ആയല്ലോ. ഓക്കെ. മുന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടു കിട്ടിയാടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നത്. ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ. നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കണം. അജ്ഞാനോത്ഭവങ്ങളാം ജന്മാതിഷഭാവങ്ങൾ സുജ്ഞാന സ്വരൂപനാം നിങ്ങളില്ലല്ലോ പോറ്റി. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൽ. വാഗ്നിയിൽ ധൂമം പോലെ വാരിയിൽ നിര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം യാവൽപര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽപര്യന്തരമറിയാവല്ല ഭാവത്വം. സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും സേവാരന്മാരാമെല്ലെ തൊന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിയിടുന്നത് കാലം കൊണ്ടേ സ്വജ്ഞാനം പരമാത്മരാം മാനുഷജന്മങ്ങൾക്കുള്ള ജ്ഞാനം നീക്കുവോ ഒരു സദ്ഗുരു ലഭിച്ചിടും. ഗുരുവരങ്ങൾ നിന്നൻപോട് വാക്യജ്ഞാനം ഉൾക്കാമ്പിലുദിച്ചിടും. തൊൽപ്രസാദത്താലപ്പോൾ കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവൻ ചിന്മയ പദത്തിങ്കൽ ആകന്ത ലയിച്ചിടും. തൊൽഭക്തിവിഹീനന്മാരായുള്ള ജനങ്ങൾക്ക് കൽപ്പകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാന ജ്ഞാനസുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി ത്വത്ബോധം മമ സിദ്ധിക്കണം. ആകയാൽ ത്വൽപാദപത്മങ്ങളിൽ സദാകാലം ആകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രമാപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംബദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയാ ഭവച്ചരണാംബുജം നമോസ്തുതേ. സ്വർഗതിക്കായിട്ടെന്നാൽ സഞ്ചിതമായ പുണ്യമൊക്കെ ഞാൻ നിർമ്മാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൽ, സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടി ഉള്ളിൽ എന്തോന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നേൻ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും. അപ്പോൾ സാദരം ദശരഥ പുത്രനോടരുൾ ചെയ്തു, ഏതാനും അനുഗ്രഹം ഉണ്ടെന്നെന്നെ കുറിച്ചെങ്കിൽ
അയാൾ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കണം. മാധവ രഘുപതേ രാമ കാരുണ്യാംബുദേ. ഈ സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പൂമാൻ ഭക്തനായി തത്വജ്ഞനായിടണം വിശേഷിച്ചും. മൃത്യു വന്നെടുക്കുമ്പോൾ ത്വൽപാദാംബുജ സ്മൃതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെ എന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു രേണുകാതനയനം സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കിയിടിനാൻ. ഭൂപതി ദശരഥൻ താൻ അതിസന്തുഷ്ടനായി താപവും അകന്നു തൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായി ആശ്ലേഷം ചെയ്താനന്ദാശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ. ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തി മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാൻ അനുദിനം. കേകേയ നരാധിപനായ യുധാജിത്തും കൈകേയി തനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചെൽവാൻ ദൂതനെ അയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി മേവീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ. ആദരവോടു നടന്നിടിനാരവർകളും. മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദം ഉൾക്കൊണ്ടു വസിച്ചിടിനാരതു കാലം. ഗോവിന്ദ രാമനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്ന് കൗസല്യാദേവി താനും പരമാനന്ദം പൂണ്ടാൾ. രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ച് ദശരഥൻ സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ. അമരാലയെ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നെ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലെന്നെ. അധ്യാത്മരാമായണേ ഉമാസ്വമഹേശ്വര സംവാദേ ബാലകാന്ഡം സമാപ്തം. അടുത്ത് വായിക്കട്ടെ. അയോധ്യാകാന്ഡം. താർമകൾക്കൻപുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃത ഇന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലു സരസ്വമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജാനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പുക്കു. താതനോടും നിജാം മാർത്യജനത്തോടും ധാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു രാജധാനി അകം പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നെ നാനാ ഗുണഗണം കാൺകയാൽ
രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ ഭദ്രുസുത ഗണഭൂഷണ ഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവ ഭഞ്ജനൻ രുദ്രാണി ആകിയ ദേവിക്ക് ഉടൻ രാമ ഭദ്രകഥാമൃത സാരം കൊടുത്തപ്പോൾ വിദ്രുമതുല അധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദ വിവശയായി പത്രുപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനർ ഏവം അരുൾ ചെയ്തു. നാരായണൻ നളിനായതലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദാസേവൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനശ്വര ഗുരു നാഥൻ നരസകൻ നാനാജഗന്മയൻ നാനാവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളികരമ്യ വദനൻ നരകാരി നാളിക ബന്ധവ വംശ സമുദ്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശ വിനാശനാകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പൂമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തന്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില മുക്തിയും വൃദ്ധം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ. ചൊല്ലിപ്പോയോ? സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു. നാരദ രാഘവ സംവാദം. എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ അങ്കജനാശന വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ടന്തപുരത്തിങ്കൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും നീലോൽപലദള ശ്യാമള വിഗ്രഹൻ നീലോൽപലദള ലോഹിത വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലഗണപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട ബെഞ്ചാമരം കൊണ്ട് പത്നിയാൽ വിജിതനായ അതികോമളൻ ബാലനിശാകര ബാലദേശേലസൻ ബാലദേശേലസൻ മാലയെ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭ കൗസ്തുകഭഗന്ധരൻ പ്രാലേയഭാനു സമാനനായ സമം ലീലയാ താംബൂലം ചവർണാദൈത്യരതി കേവലം വിനോദിച്ചരുന്നേരം നാരദ കവസംഭവം. ആലോകനാർത്ഥം മഹാമുനിനാരദൻ ഭൂലോകപ്പോൾ അലങ്കരിച്ചിടിനാൻ മുക്തശരചന്ദ്രതുല്യ തേജസ്സോടും ശുദ്ധ സ്ഫടിക സംഘാശ ശരീരനായി കത്തരമമ്പരത്തിങ്കിൽ നിന്നാദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിനാൻ. ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കൊണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ.
പാദ്യാസനാചമനീയ വാർദ്ധക്യപൂർവ മാധ്യേന പൂജിതനായൊരു നാരദൻ തൻ നിയോഗത്താൽ ഇന്നൊരുന്നോരു രാഘവൻ മന്ദസ്മിതം കൊണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോട് അരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമൃതം. നാനാവിഷയസംഘം കൊണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം. പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ട് കാണാൻ അവകാശവും വന്നിത് കൊണ്ടരീകോത്ഭവപുത്ര മഹാമുനി. എന്നുടെ വംശവും ജന്മവും രാജ്യവും എന്ന് വിശുദ്ധമായി വന്നു തപോനിധേ. എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ. എന്തൊരു കാര്യം നിരൂപിച്ചിരുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടു അരുൾ ചെയ്യുകയും വേണം. മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ. യഥം ആകർണ്യ രഘുവരൻ തന്നോടു മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു. എന്തിനിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർത്തേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ഗൃഹിണിയാകുന്നതു നിർണയം. ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. അർണോജ സംഭവ ആദിതൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരി എന്നതും. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടും സത്വരജസ്തമോ നാമഗുണത്രയ യുക്തയായിടുന്ന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം തയോക്തം അതിനില്ല സംശയം. പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ ശക്തനായുള്ള ഗ്രഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായൊരു ഗ്രഹസ്ഥനാകുന്നതും. നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി. സാരസ സംഭവനായതും നീതവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി സീതാകിരണൻ നീ രോഗിണി ജാനകി. ആതിഥേയാധിപൻ നീ ശശി ജാനകി ജാതവേദസു നീ സ്വാഹാമഹീസുത. അർക്കജന്നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പത്കരി സീത. രാജരാജൻ നീ വസുന്ധര ജാനകി. രാജപ്രവരകുമാര രഘുപതേ. രാജീവലോചന രാമ ദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സദ്ഗുണവാരിധേ. യാതൊന്നു പുല്ലിംഗവാചകം
വേദാന്തവേദ്യ സർവഭൂമേ ഏവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകി ദേവിയും നിങ്ങളിരുവരും എന്നിയെ മറ്റൊന്ന് എങ്ങുമേ കണ്ടില്ല കേൾപ്പാനുമില്ലല്ലോ. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊൽവൂ ജഗത്പദേ. മായയാ മൂടി മറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ ന്യൂനം അവ്യാകൃതം ആയതും പിന്നെ അതിങ്കൽ നിന്നുള്ള മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്ന് ഉർവീപദേ ഉണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണൻ ഇന്ദ്രിയ ജാല സംയുക്തം ആയോന്നല്ലോ. ജന്മമൃതി സുഖ ദുഃഖാദികൾ ഉണ്ടു നിർമ്മലം മാർ ജീവൻ എന്നു ചൊല്ലുന്നതും ചൊല്ലാപതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കരുണോപാധി എന്നും ചിലർ. സ്ഥൂലവും സൂക്ഷ്മവും കാരണം എന്നതും മൂലമാം ചിത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തത് വിയുക്തൻ വിഭോ. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോ ഉപരി സ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവു രാജീവലോചനൻ ആകുന്ന നീയല്ലോ. നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതം ആയിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതും ഒക്കവേ നിൻ കളിയാകുന്നിതൊക്കെയോർക്കും വിധൗ. കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരാധിപ. ജീവനും രജ്ജുവിങ്കൽ സർപ്പം എന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു. നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയ മൃത്യു ദുഃഖാദികൾ. ത്വൽകഥാ നാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിനുണ്ടായി വരും ക്രമാൽ ഭക്തിയും. ത്വൽപാദ പങ്കജ ഭക്തിയും ഒഴുക്കുമ്പോൾ ത്വൽബോധവും മനക്കാമ്പിയിലുദിച്ചിടും. തൽഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലോരു സംശയം. ത്വൽഭക്തഭൃത്യ ഭക്തന്മാരിലേകനെന്ന് അല്പജ്ഞാനം എന്നെയും കരുതേണമേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് അല്പനേരം ഇപ്പോൾ നാരദ മഹർഷി ഭഗവാൻ വിവാഹം കഴിഞ്ഞു സീതയുമായി സുഖമായി ജീവിക്കുന്നു. ഭാർഗവരാമനുമായിട്ടുള്ള സംഘർഷമൊക്കെ കഴിഞ്ഞു. അവിടെ തന്നെ ഭഗവാന്റെ ഗുണവിശേഷങ്ങളെ പറ്റി നമുക്ക് വീര്യവാൻ, ഭഗവാന്റെ ധൈര്യം, എന്നാൽ വളരെ സൗമ്യമായ ഭാർഗവരാമനോടുള്ള പെരുമാറ്റം, അദ്ദേഹം കോപിക്കുമ്പോൾ ക്ഷത്രിയ വംശത്തിനെ 3 പ്രാവശ്യം ഭാരതം ചുറ്റി നടന്ന് ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചു പോലും അദ്ദേഹം. ക്ഷത്രിയന്മാരെ വളരെ അധാർമികളായി ഭവിച്ചു. അപ്പോൾ ക്ഷത്രിയന്മാരോടുള്ള വൈര്യം എനിക്കൊണ്ട് നിന്നെ വധിക്കും ഇപ്പോൾ, അല്ലെങ്കിൽ നീ യുദ്ധം ചെയ്യുക എന്നൊക്കെയായി ഭഗവാന്റെ മറുപടി ശ്രദ്ധിക്കുക. അങ്ങേപ്പോഴുള്ള മഹാത്മാക്കള് ഇതുപോലെ ബാലന്മാരോട് കോപിച്ചാൽ ബാലന്മാർക്ക് പിന്നെ എന്താണ് രക്ഷ?
ബാലന്മാരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അങ്ങേപ്പോലുള്ള ഉള്ളതല്ലേ? അതുകൊണ്ട് ഞങ്ങളോട് കോപിക്കാതിരിക്കുക എന്ന് അപേക്ഷിക്കുകയാണ്. അതേസമയം അങ്ങ് കുലച്ച വില്ല് എൻ്റെ കയ്യിൽ തരിക, ഞാനത് കുലച്ച വില്ലല്ലേ, അത് കുലച്ചില്ലെങ്കിൽ അത് ദോഷമല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ അത് കുലയ്ക്കാം എന്ന് പറഞ്ഞ വില്ല് വാങ്ങിച്ചു കുലയ്ക്കുകയും അത്ര ആ ധൈര്യം ഭഗവാൻ കാണിച്ചു തരുന്നു. ദയ, നീതി, കരുണ ഇവിടെയൊക്കെ ഉത്തമമായ സ്വഭാവമാണെങ്കിലും അനീതിക്കെതിരെ ധൈര്യമായി മുമ്പോട്ട് പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ വന്നു, ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു, സുഖമായി അവരെ ജീവിക്കുകയാണ്. നാരദ മഹർഷിക്ക് മനസ്സിലായി അടുത്ത രംഗത്തിലേക്ക് ഭഗവാന്റെ അവതാര ലക്ഷ്യം മുമ്പോട്ട് പോയെങ്കിലേ സാധിക്കത്തുള്ളൂ, അതിനെ ഓർമ്മിപ്പിക്കണം കണ്ടതായിട്ടിരിക്കുന്നു ആ ഒരു ഭാവം. എന്നാൽ ഭഗവത് സ്വരൂപം നമ്മളെ അറിയിക്കണം, അത് മറ്റൊരു ഭാഗം. ഭഗവാന്റെ സ്വരൂപത്തെ വർണ്ണിക്കുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. ഭഗവാൻ പറയുന്നു, നാരദ മഹർഷി പറയുന്നു, നിങ്ങൾ നിന്നുണ്ടായി വന്നത് ലോകങ്ങൾ, നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങൾ അത്ര ലയിക്കുന്നതുമേ ഒക്കവേ, നിൻ കളിയാകുന്നതൊക്കെ അത് ഓർക്കവും വിധവും. കാരണം എല്ലാറ്റിലും ഭഗവാൻ നിർണയം, നാരായണ നരകാര്യ നരാധിപേ. മുമ്പ് അതേപ്പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. സൃഷ്ടി സാഖ്യയോഗത്തെ പറ്റി അല്പം നാരദ മഹർഷി സ്തുതിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ജന്മം ഉണ്ടാകുന്നത്? നമ്മൾ പലപ്പോഴും സാഖ്യയോഗത്തിൽ ഏത് രീതിയിൽ വിവരിച്ചിരിക്കുന്നു. വേദാന്തത്തിലും സാഖ്യയോഗത്തിന് ചില ഭാഗങ്ങൾ എടുത്തിട്ട് വിവരിക്കാറുണ്ട്, സൃഷ്ടി പറയുമ്പോൾ പ്രത്യേകിച്ച്. സാഖ്യയോഗത്തിൽ സൃഷ്ടിയെപ്പറ്റി പറയുമ്പോൾ പുരുഷൻ, പ്രകൃതി എന്ന രണ്ടും അഗോചരവും നിത്യമായ ഒന്ന് ഉണ്ട്. എന്താണെന്ന് പറയാൻ സാധിക്കത്തില്ല, പേര് പറയാൻ സാധിക്കത്തില്ല. അത് അഗോചരമായി ഇരിക്കുന്നു. പ്രളയാന്തരം, പ്രളയം കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ എന്ന് നമ്മൾ പറയുമല്ലോ. അവസ്ഥയിൽ പുരുഷൻ അഗോചരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത ഇതിനാണ് അഗോചരം എന്ന് പറയുക. അങ്ങനെ അഗോചരമായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരവസ്ഥയിൽ പ്രകൃതിയും അതിസൂക്ഷ്മമായിരിക്കുന്നു. അങ്ങനെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഈ രണ്ടവസ്ഥ പിന്നെ സ്ഥൂലമായും ആയ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് വിവരിക്കാൻ പോകുന്നത്. ഒന്നുമില്ലാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഒന്നുമില്ലാത്ത അവസ്ഥ അല്ല, അത് സാധാരണ സംസാര ഭാഷയ്ക്കും ഒക്കെ ഉപയോഗിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒന്നുമില്ലാതെയാകുന്നല്ല ഒരിക്കലും. നമ്മൾ ഭഗവത്ഗീതയെ പഠിക്കുന്നു, ഇല്ലാതെയാകുന്നല്ല ഒന്ന്, അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നുവെന്ന് മാത്രം. തൽക്കാലത്തേക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയെന്ന്, അതായത് പ്രപഞ്ചമില്ല, സ്ഥൂല രൂപത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാം. പുരുഷൻ സർവശക്തൻ, സർവാത്മാവ്, സർവസാക്ഷി, പരമാത്മാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന അത് തന്നെ പുരുഷൻ സാഖ്യയോഗത്തിൽ. പ്രകൃതി അതിസൂക്ഷ്മമായ സത്വരജോ തമോ ഗുണങ്ങൾ അടങ്ങിയ അഗോചരമായ ഒരു രൂപം. അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? സത്വഗുണങ്ങൾ, രജോ ഗുണങ്ങൾ, തമോ ഗുണങ്ങൾ, ഇതെല്ലാം ആ പ്രകൃതിയിൽ അതിസൂക്ഷ്മമായി ഇരിക്കുന്നു. അതും ഇന്ദ്രിയങ്ങൾക്ക് അഗോചരമാണ്.
ഏതോ കാരണവശാൽ ഈ പ്രകൃതി നിശ്ചലമായിരിക്കുന്നു. ഏതുപോലെ കാറ്റില്ലാതെ കടലിൽ വെള്ളം എങ്ങനെ നിശ്ചലമായിരിക്കുന്നുവോ അതുപോലെ ഉൾക്കടലിലേക്ക് പോയി കഴിഞ്ഞാൽ അറിയാം കടൽ വളരെ നിശ്ചലമായിരിക്കുന്നു. അവിടെ ശബ്ദമില്ല, നിശബ്ദമാണ്. കാരണം അവിടെ കാറ്റില്ല. കാറ്റ് കരയിലേക്ക് അടുക്കുമ്പോഴേ ഉള്ളൂ. ശാന്തമായിരിക്കുന്നു അവിടെ. അതുപോലെ ശാന്തമായിരിക്കുന്ന സമയത്ത് എങ്ങനെയോ ഈ പ്രകൃതി പുരുഷന്റെ അടുത്ത് എവിടെയോ എങ്ങനെയോ വന്നു. അടുത്ത് വന്നതേ ഉള്ളൂ. അടുത്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇരുമ്പ് കാന്തത്തിനോടടുക്കുമ്പോൾ വരുന്ന ചലനം നമുക്കറിയാം. കാന്തം യാതൊന്നും ചെയ്തില്ലെങ്കിലും ഇരുമ്പ് ചലിക്കുന്നു. കാന്തത്തിന്റെ ശക്തിയാണ്. കാന്തം അറിയുന്നേയില്ല. കാന്തത്തിന് യാതൊരു ബന്ധവുമില്ല. നീ എന്തിനാ ചലിക്കുന്നത് ചോദിക്കുകയുമില്ല. നീ ചലിക്കുകയോ ചലിക്കാതിരിക്കുകയോ ചെയ്യുക. അതുപോലെ പ്രകൃതി പുരുഷന്റെ അടുത്ത് വരുമ്പോൾ പ്രകൃതി ചലിക്കുന്നു. പ്രകൃതിയിൽ വ്യത്യാസമുണ്ടാകുന്നു. ആ വ്യത്യാസത്തിൽ കൂടെ ഉണ്ടാകുന്ന ഒന്നിനെയാണ് മഹത്തത്വം എന്ന് പറയുക. ഈ മഹത്തത്വത്തിന് ഉള്ള ഗുണമാണ് സത്വ രജ തമോ ഗുണങ്ങൾ. അങ്ങനെ ഈ മഹത്വത്വത്തിൽ സത്വരജ തമോ ഗുണങ്ങൾ ഉണരുന്നു. ശേഷം പിന്നെ സത്വഗുണത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി വരുന്നു. രജോ ഗുണത്തിൽ നിന്ന് രജോ ഗുണം രജോ ഗുണം സത്വഗുണത്തിനെ സഹായിക്കുന്നു. രജോ ഗുണം തമോ ഗുണത്തിനെ സഹായിക്കുന്നു. തമോ ഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം മുതലായവ ഉണ്ടാകുന്നു. ഇവയെല്ലാം കൂടി ചേർന്ന് ഓരോ രൂപം സൃഷ്ടിക്കുന്നു. ഭഗവാൻ അതിനുള്ളിൽ ഭഗവാന്റെ ശക്തിയോടുകൂടി ആ രൂപം ഭഗവാന്റെ അതിനുള്ളിൽ കയറി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശക്തി എന്നർത്ഥം. ആ ശക്തിയോടുകൂടി എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നു. അപ്പോൾ ഭഗവാൻ നിമിത്തമാണ് ഇതെല്ലാം ഉണ്ടാകുക. ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഭഗവാൻ പിന്നെ ആ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു, സംരക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. അത് കഴിഞ്ഞ ശേഷം നാരദ മഹർഷി ഇവിടെ പറയുന്നു, ഈ സംഭവങ്ങളെല്ലാം ഏത് രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറയുന്നു. ഏത് രീതിയിൽ രജ്ജുവിൽ സർപ്പത്തിനെ കാണുന്നുവോ, ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ട് ഭയത്തെ വഹിക്കുന്നു. അതായത് ഈ ഭൂമിയിൽ ജനങ്ങൾ ഭയമുണ്ടാകുന്നു. എന്തൊരു ഭയമാണ് നമുക്കുള്ളത്? മറ്റു ഭയമൊന്നുമല്ല. എല്ലാ ഭയത്തിലും ഉപരിയായ ഫലം ഒന്ന് മാത്രമാണ് മരണമാണ് ഭയം. പിന്നെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നാശം ക്ഷയിക്കുന്നു, അതൊരു ഭയമാണ്. എന്തായാലും വേണ്ടൂല്ല, ശരീരം ക്ഷയിക്കുന്നു, ധനം ക്ഷയിക്കുന്നു, ഇതൊക്കെ എന്തായാലും ക്ഷയിക്കുക എന്ന് പറയുന്നത് നമുക്ക് ദുഃഖം തരുന്ന ഒരു ഒന്നാണ്. അപ്പോ ക്ഷയിക്കുന്നു, അതിൽ ഭയം. ഏറ്റവും കൂടുതൽ ഭയം ഇന്നല്ല നാളെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ബന്ധു മിത്രാദികളും നശിക്കുമല്ലോ എന്നുള്ള ഭയം, അല്ലെങ്കിൽ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നത് ഭയം, നശിച്ച ഭയം, ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലുമൊക്കെ നമ്മൾ വേണം ചിന്തിച്ചാൽ നമുക്ക് ഭയം തോന്നും. ഈ ഭയം നിവാരണത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ യാത്രയെല്ലാം എല്ലാ ആധ്യാത്മിക ജീവിതം ആധ്യാത്മികമെന്ന് നമ്മൾ വിചാരിച്ച് പോകുന്ന യാത്രകളെല്ലാം ഈ ഭയനിവാരണം വേണ്ടിയാണ്. നിങ്ങൾ അല്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. അല്ല മറ്റുദ്ദേശമാണെന്ന് പറയാമെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഉദ്ദേശം.
സമ്പത്ത് വേണമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആരോഗ്യം വേണമെന്ന് പറയുന്നതോ ദുഃഖ നിവാരണം വേണമെന്ന് എൻ്റെ രോഗനിവാരണം ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരോ ഒക്കെ ഉണ്ടല്ലോ. ആർത്തനായിട്ടും അർത്ഥാർത്ഥിയായിട്ടും ജ്ഞാനിയായിട്ടും ഒക്കെ ഉള്ള ഭാവത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാ ഭാവങ്ങളും ഈ ഭയം കൊണ്ട് തന്നെയാണ്. ഇത് ഭയം കൊണ്ട് ഞാൻ നശിക്കും, കാരണം എനിക്ക് സുഖമായി ജീവിക്കണം, എന്തുകൊണ്ട് ദുഃഖം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാ പ്രാർത്ഥനകളും ഇന്ന് നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്നു, ഭയമുള്ളതും. ഭയത്തിന് നിവാരണമാണ്, അഥവാ ആത്യന്തിക ദുഃഖ നിവാരണത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ചെയ്യുക. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനി ആയാലും മറ്റ് സമുദായക്കാരാണെങ്കിലും മറ്റു മത വിശ്വാസികളാണെങ്കിലും എല്ലാം ഇത് തന്നെ ചെയ്യുന്നു. ആത്യന്തികമായ ദുഃഖ നിവാരണത്തിന് വേണ്ടിയുള്ള യാത്ര. പക്ഷേ ആത്യന്തിക ദുഃഖ നിവാരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന സാഖ്യയോഗത്തിന്റെ 20-ാമത്തെ ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാനഭൂയഃ അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന് തുടങ്ങി 20-ാമത്തെ ശ്ലോകമാണ്. 25-ാമത്തെ ശ്ലോകം വരെ ഉള്ള ഭാഗങ്ങൾ ഇന്ന് യൂട്യൂബിൽ കൂടെ ഒരു ചെറിയ വിവരണം ചെയ്യുകയുണ്ടായി. അത് താമസിയാതെ ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങളെല്ലാം അത് ശ്രദ്ധിച്ച് കേൾക്കുക. ആത്മതത്വം നമ്മൾ ഉറച്ചിരിക്കണം. അതിനു വേണ്ടി അറിയാവുന്നത് തന്നെയാണല്ലോ, അറിയാൻ വയ്യാത്തതല്ല. എന്നാൽ അറിയാൻ വയ്യാത്തവർക്ക് പോലും, കേട്ടില്ലാത്തവർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ പറയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞത്. അത് വീണ്ടും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. സന്ദർഭം ഇത് തന്നെയാണ് അവിടെ. അതുകൊണ്ട് മാത്രം എല്ലാ ഭയങ്ങൾക്കും ഭയനിവാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ നടപ്പുകളൊന്നും നമുക്ക് പ്രയോജനമാകുകയില്ല. നമുക്ക് പ്രയോജനമാകുന്ന ഒന്ന് തന്നെ. കാരണം എന്താണെന്ന് ഞാൻ അവിടെ വ്യക്തമാക്കി, ഇവിടെയും വ്യക്തമാക്കാം. അതായത് ഭയം, നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു, ഭയം യഥാർത്ഥത്തിൽ എന്തിനെയാണ് ഭയക്കുന്നത്? പാമ്പിനെ ഭയത്തും. പാമ്പിനെ ഭയന്ന് ഓടിപ്പോവുകയാണ് ഒരു യാത്രക്കാരൻ. ആ വഴി പോകാൻ ഞാൻ തയ്യാറില്ല, കാര്യം അവിടെ പാമ്പുണ്ട്, പാമ്പ് എന്നെ കടിക്കും, എന്നെ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കും, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾ അനാഥരാകും, അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല, അതുകൊണ്ട് ഞാനത് ആ വഴി പോവുകയില്ല എന്ന് പേടിച്ച് വിറച്ചോടുകയാണ് അദ്ദേഹം. വീട്ടിൽ ചെന്ന് ഏതെല്ലാം മന്ത്രവാദികൾ അദ്ദേഹത്തിന് വേണ്ടി മന്ത്രവാദം നടത്തിയാലും ശരി, പൂജാതി കർമ്മങ്ങൾ നടത്തിയാലും ശരി, പ്രാർത്ഥനകൾ ചെയ്താലും ശരി, അദ്ദേഹത്തിൻ്റെ പേടി പോവുകയില്ല. കാരണം ഇത് പാമ്പല്ലായിരുന്നു, കയറായിരുന്നു. കയറിനെ പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അദ്ദേഹം ഓടിയതാണ്. ആ പേടി അദ്ദേഹത്തിന് മാറണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നല്ല പ്രകാശത്തോടു കൂടി അദ്ദേഹം ആ സ്ഥലത്തെത്തി, ആ പാമ്പ് കിടക്കുന്ന സ്ഥലത്ത് എത്തി അത് പാമ്പല്ല ചരടാണ് എന്നറിയുക മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ വേറെ ദുഃഖ നിവാരണത്തിന് യാതൊരു മാർഗവുമില്ല. ഭഗവത്ഗീത അത് ഉപദേശിച്ചു തരുന്നു. നാരദ മഹർഷി ഇവിടെ നമുക്ക് വീണ്ടും ഉപദേശിച്ചു തരുന്നു ഇത് തന്നെ. ദുഃഖ നിവാരണത്തിന് അജ്ഞാനം കൊണ്ടുണ്ടാകുന്ന ദുഃഖമാണ്. ഞാൻ ശരീരമോ മനസ്സും ബുദ്ധിയും ചേർന്ന ഒരു സംഘാതമാണ് ഞാനെന്ന് വിചാരിച്ച് ശരീരത്തിന് വേണ്ടി ദുഃഖം എൻ്റെ ദുഃഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ വിചാരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ശരീരം ഞാനല്ല എന്നുള്ള ബോധം ഉണ്ടാകുന്നത് വരെ ദുഃഖമുണ്ടായിക്കൊണ്ടേയിരിക്കും. എന്ത് ചെയ്താലും ശരി, എത്ര ഉരുവിട്ടാലും ശരി, എത്ര മന്ത്രങ്ങൾ, എത്ര ശ്ലോകങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ഉരുവിട്ടും ഉരുവിടലൊന്നും നമുക്ക് പ്രയോജനമാകുകയില്ല. ദുഃഖ നിവാരണത്തിന് പ്രയോജനമാകുകയില്ല. ജനനമരണങ്ങളിൽ നിന്ന് മോക്ഷം ഉണ്ടാകുകയില്ല. ജനനമരണങ്ങളിൽ നിന്നുള്ള മോക്ഷം ഉണ്ടാകണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ.
മരിക്കാത്ത ഒന്നാണ് ഞാൻ എന്നുള്ള ബോധം നമ്മൾ ഉണ്ടാകുക. ഇത് മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ഉണ്ടാകും? കഠിനമാണ്, എന്നാൽ സരളവുമാണ്, ഏറ്റവും സരളവുമാണ്. ഇതുപോലെ സരളമായ ഒരു ജ്ഞാനം ഇല്ല. കാരണം ഇത് മറ്റു വസ്തുക്കളെ പറ്റിയുള്ള ഒരു ജ്ഞാനമല്ല, എന്നെ പറ്റിയുള്ള ജ്ഞാനമാണ്, അവരവരെ പറ്റിയുള്ള ജ്ഞാനമാണ്. സ്വയം ദർശിക്കാവുന്ന ജ്ഞാനമാണ്, വിശ്വസിക്കേണ്ട ജ്ഞാനമല്ല, സ്വയം അനുഭവിക്കാവുന്ന ജ്ഞാനമാണ്. അപ്പോൾ പഠിക്കുക മാത്രമല്ല, അനുഭവത്തിൽ കൂടെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുള്ള മാർഗം വളരെ സരളം. നമ്മുടെ തന്നെ ജീവിതത്തേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ മാറ്റം വന്നുകൊണ്ടിരുന്ന ആ ഒരു ഒന്നിനെ നമ്മൾ ദർശിച്ചാൽ നമുക്ക് സുലഭമായി അറിയാം നമ്മുടെ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നറിയാം. ആ മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ ഞാൻ മാറ്റം വരാത്ത ഒന്നായി എപ്പോഴും നിലനിന്നുകൊണ്ടിരുന്നെങ്കിൽ, ആ മാറ്റത്തിനെയെല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിന്നിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ആ മാറ്റം വന്നതാണോ അതോ ഞാൻ മാറ്റം വരാതിരുന്ന ഞാനാണോ? അങ്ങനെ മനനം ചെയ്ത് അതോ അല്ലെങ്കിൽ അവസ്ഥാത്രയത്തിൽ കൂടോ ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥയെ മനനം ചെയ്ത് അതിൽ കൂടെയോ ഞാൻ മനസ്സിലാക്കുക, ഞാൻ എന്ന് പറയുമ്പോൾ അത് മൂന്നായി അതിനെ കണ്ടു കഴിഞ്ഞാൽ, ഞാനെന്ന് പറയുന്ന ശരീരമോ ഞാനെന്ന് പറയുന്ന ബുദ്ധിയോ ഞാനെന്ന് പറയുന്ന മനസ്സോ അതിനപ്പുറം ഞാനെന്ന് പറയുന്ന ആത്മാവ്, ഇങ്ങനെ മൂന്ന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആദ്യത്തെ രണ്ടും യഥാർത്ഥത്തിൽ ഞാനല്ല, അത് നശ്വരമാണ്, അതുണ്ടായി ഇല്ലാതെയാകുന്നതാണ്. എന്നാൽ ആത്മാവ് ജന്മമില്ല, ജനനമില്ല. ന ജായതേ ന മ്രിയതേ. ന ജായതേ ജനിക്കുന്നതല്ല, ന മ്രിയതേ കഥാചിത് ഒരിക്കലും മരിക്കുന്നതോ ജനിക്കുന്നതോ അല്ല, ഒരിക്കലും മാറ്റം വരുന്നതല്ല. ആ സത്യത്തെ നമ്മൾ ധ്യാനിക്കുക, അറിയുക, കേൾക്കുക, അതേപ്പറ്റി മനനം ചെയ്യുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഭഗവാൻ പറഞ്ഞു, ന ജായതേ മ്രിയതേ വാ കഥാചിത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഭഗവാൻ എന്തിനെ സൂചിപ്പിച്ചതാണ് ഈ പറയുക? ചിന്തിക്കുക, സ്വയം ഉത്തരം കണ്ടെത്തുക, അതിനെ ആ ഉത്തരത്തെ ധ്യാനിക്കുക. അങ്ങനെ അറിവ്, ഭഗവാൻ നമുക്ക് ഉപദേശിച്ചു തന്ന അറിവ്, നാരദ മഹർഷി ഉപദേശിച്ചു തന്ന അറിവ് നമ്മുടെ അനുഭവമായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ആ അനുഭവത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു? പിന്നെ അതിൽ മാറ്റമില്ല. പഞ്ചസാര രുചിച്ച ഒരാള് പഞ്ചസാര കയ്പാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ലല്ലോ. എന്താണ് രുചി എന്ന് പറയാൻ സാധിക്കത്തില്ല പഞ്ചസാരയുടെ, പക്ഷേ പഞ്ചസാര കയ്പല്ല എന്ന് പറയാൻ സാധിക്കും. ഇത് മധുരമാണെന്ന് പറയാൻ സാധിക്കും, പക്ഷെ എന്താണ് മധുരം എന്ന് പറയാൻ സാധിക്കില്ല. അതിന് അനുഭവത്തിൽ കൂടെ അറിയുന്ന ഒന്നാണ്, പറഞ്ഞറിയിക്കുന്ന ഒന്നല്ല, പറഞ്ഞറിയിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. അങ്ങനെ ആത്മസ്വരൂപം നമുക്ക് നമ്മുടെ സ്വന്തം അനുഭവമായി മാറുമ്പോൾ എല്ലാ ദുഃഖത്തിനും നിവാരണമാകുന്നു. കാരണം ഇത് മരിക്കുന്നതല്ല, ഇത് ശാശ്വതമാണ്, നിത്യമാണ് എന്ന് നമ്മൾ അനുഭവ രൂപേണ മനസ്സിലാക്കുന്നു. നാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കുമ്പോൾ ഈ സൂചനയാണ് കൊടുക്കുക. അങ്ങ് ആരാണ്? അങ്ങ് നിത്യനാണ്, മാറ്റമില്ലാത്ത ഒന്നാണ്, അജനാണ് അങ്ങ്. മനുഷ്യ നാടകം കളിക്കുന്നുവെന്ന് മാത്രം. മനുഷ്യ നാടകത്തിൽ ചില ഉദ്ദേശം അങ്ങേക്കുണ്ട്. അതെന്താണ്? ഉത്തമ പുരുഷനായിട്ട്, പുരുഷോത്തമനായിട്ട് ലോകത്തെ കാണിച്ചു കൊടുക്കണം. ലോകം അങ്ങയെ കണ്ട് പഠിക്കണം. അതിനുവേണ്ടി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്നു അങ്ങ്. അത് ഓർമ്മിപ്പിക്കുകയാണ് നാരദ മഹർഷി ഇവിടെ വന്ന് ഭഗവാനെ സ്തുതിക്കുന്ന സ്തുതിയിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുക. തുടർന്ന് നമുക്ക് വായിക്കാം. നാളെ മുതലേ വീണ്ടും വായിക്കാം. അവസരം കിട്ടുന്ന അനുസരിച്ച് ആത്മോപദേശം ശ്രദ്ധിച്ച് കേൾക്കുക, മനനം ചെയ്യുക. നമ്മളെല്ലാവരും അവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അല്പനേരം ധ്യാനനിരതരായി
ആത്മസ്വരൂപത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ നയിച്ച് നമ്മുടെ ശ്രദ്ധ ആദ്യം ശരീരത്തിലേക്ക് പോവുക. ശരീരം എന്ന് പറയുമ്പോൾ ശരീരത്തിന് പല ഭാഗങ്ങളുണ്ട്. സ്ഥൂല ശരീരം, പിന്നെ സൂക്ഷ്മ ശരീരം, പ്രാണൻ. ഇതിനെ ഓരോന്നിനെയും നമ്മൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മുടെ മനസ്സ് ആ സ്ഥൂല ശരീരത്തിലേക്ക് പോവുക. പഞ്ചപ്രാണനിലേക്ക് പോവുക. ശേഷം അന്ധകരണം, മനസ്സുൾപ്പെടുന്ന അന്ധകരണത്തിലേക്ക് നമ്മളെ ശ്രദ്ധിക്കുക. ശേഷം നമ്മുടെ ബുദ്ധി, നമ്മുടെ അറിവ് കൊണ്ട് നമ്മൾ തീരുമാനിക്കുക, ഈ ശരീരമോ, ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ച എൻ്റെ ശരീരമോ, ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച എൻ്റെ മനസ്സോ, എൻ്റെ പ്രാണവായുവോ ഒന്നും യഥാർത്ഥത്തിൽ ഞാനല്ല. അത് എൻ്റെ പ്രാരബ്ധകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയ ഒരു സാധനങ്ങൾ മാത്രമാണ്, ഉപകരണങ്ങൾ മാത്രമാണ്, മാധ്യമങ്ങൾ മാത്രമാണ്, ഉപാധികൾ മാത്രമാണ്. ഈ ഉപാധിരഹിതനാണ് ഞാൻ. ഉപാധികൾ എന്നെ ബാധിക്കുന്നതല്ല. ഞാൻ ഉപാധിയല്ല. ഉപാധി കണ്ണട വെക്കുമ്പോൾ നമ്മൾ കണ്ണടയെ കണ്ണായി പറയാറില്ലല്ലോ. എൻ്റെ കണ്ണട എന്നല്ലേ പറയാം. അതുപോലെ എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ബുദ്ധി ഞാനല്ല. ഞാൻ ശുദ്ധമായ ആത്മാവാണ്, അജനാണ്, നിത്യനാണ്, ശാശ്വതമായിരിക്കുന്നവനാണ് എന്നുള്ള ബോധം നമ്മൾ ഉണ്ടാകുക. ആ ആത്മസ്വരൂപത്തിലേക്ക് നമ്മൾ നമ്മുടെ മനനം, നമ്മുടെ ധ്യാനം, നമ്മുടെ മനസ്സ് എത്തിക്കുക. എല്ലാവരും ചിന്മുദ്രയിൽ ഒരു അല്പനേരം ഇരിക്കുക. ചിന്മുദ്ര നമ്മൾ നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും കൂടെ ചേർത്ത് മൃദുവായി പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള വിരൽ നൂത്തൽ നമ്മുടെ മുട്ടിലോ തുടയിലോ വെക്കുക. രണ്ട് സൈഡിൽ നേർന്നിരിക്കുക വളരെ അത്യാവശ്യം. പല മഹാത്മാക്കളും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ തല ചരിച്ചിരിക്കുന്നത്. അവർ തല ചരിച്ചിരുന്ന് ധ്യാനിക്കുകയല്ല ചെയ്യുന്നത്. തെറ്റിദ്ധരിക്കരുത്. അവർ സമാധിയിൽ പോകുമ്പോൾ സംഭവിക്കുന്ന ഒന്നായിരിക്കാം അത്. ധ്യാനിക്കാനിരിക്കുമ്പോൾ ചെയ്യുകയില്ല. നമ്മൾ സമാധിയിൽ പോകുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്കറിയില്ലല്ലോ നമ്മുടെ ശരീരത്തിന്. അങ്ങനെ ശരീരത്തിനെ അറിയാതിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായി ധ്യാനത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്. നമ്മളത് അനുകരിക്കാനായിട്ട് നോക്കരുത്. അവരെ അനുകരിക്കാൻ പാടില്ല. നമ്മൾ നേരെ ഇരിക്കുക. നമ്മുടെ കഴുത്ത്, നമ്മുടെ ബാക്ക് നേരെയാകുക. എവിടെ ഇരുന്നാലും, കസേരയിലാണെങ്കിലും ബെഞ്ചിലാണെങ്കിലും താഴെ ഇരിക്കുകയാണെങ്കിലും നേരെ ഇരിക്കുക. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും ശ്രദ്ധിക്കുക. സ്ഥൂല ശരീരം ഞാനാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടല്ലോ. ആ ബോധത്തിലേക്ക് തൽക്കാലത്തേക്ക് എത്തുക. ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും എൻ്റെതാണ് എന്നുള്ള ബോധത്തിലേക്ക് എത്തുക. ഞാനല്ല എന്ന് തീരുമാനിക്കുക. പ്രാണവായുവിനെ ശ്രദ്ധിക്കുക. ശ്വാസം എടുക്കുന്നതും ശ്വാസം വിടുന്നതും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പ്രയത്നത്തോടു കൂടി ആകരുത്. സ്വയം ശ്വാസം എടുക്കുകയും ശ്വാസം വിടുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ശബ്ദസ്പർശാദി ഇന്ദ്രിയങ്ങളെ ശ്രദ്ധിക്കുക.
ശാസ്ത്രോപദേശങ്ങളിലും ഗുരു ഉപദേശങ്ങളിലും കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവിനെ സ്മരിക്കുക. ഈ ശരീരമോ മനസ്സോ ബുദ്ധിയോ ഞാനല്ല. ഇതെല്ലാം എൻ്റെ ഉപാധി മാത്രമാണ്. ഞാൻ ഉപാധിരഹിതനാണ്. പ്രാരബ്ധകർമ്മം തീരുമ്പോൾ അതില്ലാതെയാവുന്നു. ഞാൻ മാത്രം ശേഷിക്കുന്നു. ഇത് തന്നെ മോക്ഷം. ഇതിനപ്പുറത്ത് ഒരു മോക്ഷമില്ല. എവിടെയോ യാത്ര ചെയ്യുന്നതല്ല മോക്ഷം. ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ മറ്റിടത്തോ മറ്റെവിടെയോ പോകുന്നതല്ല മോക്ഷം. ഈ ശരീരം വിടുന്നതിന് മുമ്പ് ഞാൻ ഈ ശരീരമല്ല എന്നുള്ള ബോധം നമ്മൾ ഉറയ്ക്കുമ്പോൾ, നമ്മൾക്ക് അനുഭവമാകുമ്പോൾ മോക്ഷം പ്രാപിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയഃ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. Rub the hands. Generate some heat and gently close your eyes. And gently touch your feet, chest, all over the body, and blink open the eyes and look at the hands, and we will see tomorrow. Take care.